ഹാങ്മാൻ ഗെയിമിൻ്റെ പ്രൊജക്റ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ അതിനകത്ത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സെക്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ നമ്മൾ ഈ ഒരു സെക്ഷനിൽ പ്രാക്ടിക്കലായിട്ട് നോക്കുകയാണ്, അതിൻ്റെ കോഡിങ് എഴുതി നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുകയാണ്. സോ നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോകാം. സോ നമുക്ക് ഈ പ്രൊജക്റ്റിനകത്ത് ആദ്യം വേണ്ടത് നമ്മൾ ഓൾറെഡി സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു വേർഡ് ജനറേറ്റ് ചെയ്യാം. അതായത് റാൻഡായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേർഡുകൾ പറഞ്ഞു കൊടുക്കുക. എന്താണ് ഇപ്പോൾ ആപ്പിൾ, നേച്ചർ, പൊട്ടറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും നെയിമുകൾ അല്ലെങ്കിൽ വേർഡുകൾ പറഞ്ഞു കൊടുക്കുക. ദെൻ അത് റാൻഡായിട്ട് ചൂസ് ചെയ്യാം. അതാണ് ആദ്യം നമുക്ക് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ ഒരു പുതിയ സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഹാങ്മാൻ ഗെയിം എന്നുള്ള രീതിയിൽ ഞാൻ നെയിം കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. സോ ആദ്യമേ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്ന് ഓരോ സ്റ്റെപ്പും വന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സ്റ്റെപ്പ് വരെ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, വീഡിയോക്കകത്ത് നോക്കുക, എന്നിട്ട് അത് തന്നെ നിങ്ങളൊന്ന് ഔട്ട്പുട്ട് എടുത്ത് നോക്കുക. എങ്ങനെയാണ് നിങ്ങൾ തന്നെ ടൈപ്പ് ചെയ്തിട്ടൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. സോ എന്തായാലും നമുക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഒരു വേർഡ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ നമുക്ക് റാൻഡമായിട്ട് ജനറേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് റാൻഡമായിട്ട് ചെയ്യാനുള്ള ആ മൊഡ്യൂളിനെ നമുക്ക് കോൾ ചെയ്യാം. ഓക്കെ, സോ ഇമ്പോർട്ട് റാൻഡം ആ ഒരു ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാം. ദെൻ നമുക്കത് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി എനേബിൾ ആയിട്ട് വന്നോളും. സോ നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ഒരു വേർഡിൻ്റെ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ദെൻ അതിനകത്ത് നമുക്ക് റാൻഡായിട്ട് ചൂസ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ നമുക്കിവിടെ ഒരു ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വേരിയബിൾ നെയിം കൊടുക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നെയിം നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ വേർഡ് ലിസ്റ്റ് നമുക്ക് മീൻഫുൾ ആയിട്ടുള്ള നെയിം കൊടുക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. ദെൻ നമുക്ക് ലിസ്റ്റിൻ്റെ ഇത് കോൾ ചെയ്യുക. ദെൻ അതിനകത്ത് നിങ്ങൾ കുറച്ച് നെയിമും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ഞാനിവിടെ ആപ്പിൾ, ബിനു കെ ജോസ് ഞാനിങ്ങനെ നെയിം കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ നെയിം കൊടുക്കാം, എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. സോ നമ്മളിത് ലിസ്റ്റിനകത്താണ് കൊടുത്തത്. ദെൻ ഈ ലിസ്റ്റിൽ നിന്ന് റാൻഡായിട്ട് ചൂസ് ചെയ്യാം. അതായത് ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ട് റാൻഡായിട്ട് ചൂസ് ചെയ്യുന്ന രീതിയിൽ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് റാൻഡായിട്ട് എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് അതുപോലെ നിങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഞാനിവിടെ റാൻഡം എന്ന് കൊടുത്തതിൻ്റെ ചിലപ്പോൾ എറർ വരും, അതുകൊണ്ട് ഞാൻ റാൻഡ് ലിസ്റ്റ് എന്നാണ് കൊടുത്തേക്കുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ആ ഒരു നെയിമിൽ നിന്ന് റാൻഡായിട്ട് ചൂസ് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം നമുക്ക് റാൻഡായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യണം. ഓൾറെഡി അതിൻ്റെ മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റാൻഡം ഡോട്ട്, ഇവിടെ നമുക്ക് റാൻഡം ഡോട്ട് ചോയ്സ് യൂസ് ചെയ്യാം. റാൻഡം ഡോട്ട് ചോയ്സ് യൂസ് ചെയ്യാം. ദെൻ ഏതാണെന്നുള്ളത് ഏതിനകത്തു നിന്നാണ് റാൻഡായിട്ട് ചൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാം. ഞാനിവിടെ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള വേരിയബിൾ നെയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നെയിം വേർഡ് ലിസ്റ്റാണ്. സോ വേർഡ് ലിസ്റ്റ് എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. സോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുള്ളതാണ് റാൻഡായിട്ടുള്ള വാല്യൂസിനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം വന്നിരിക്കുന്ന ആപ്പിളാണ്. ദെൻ അടുത്ത തവണയും വന്നിരിക്കുന്ന ആപ്പിളാണ്. ദെൻ അടുത്ത തവണ വന്നിരിക്കുന്ന ബിനു കെ ജോസ് എന്ന് പറയുന്ന നെയിം വേർഡ് നെയിമാണ് വന്നിരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നേച്ചർ എന്ന് പറയുന്ന നെയിമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് റാൻഡായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലോ ചാർട്ടിൽ അടുത്ത് വരുന്നത് ഇപ്പോൾ റാൻഡായിട്ടുള്ളൊരു വേർഡ് അല്ലെങ്കിൽ റാൻഡായിട്ടുള്ള ഒരു വേർഡ് ജനറേറ്റ് ചെയ്തു. സോ നമുക്കിനി അടുത്ത് വേണ്ടത് റാൻഡായിട്ട് ചൂസ് ചെയ്യുന്ന വേർഡ് ഏതാണോ ആ വേർഡിനകത്തുള്ള ലെറ്റേഴ്സ് എത്രയാണോ അത്രയും ലെറ്റേഴ്സിൻ്റെ ഒരു എം ടി ആയിട്ടുള്ള ഒരു ഡാഷ് അല്ലെങ്കിൽ ആ ഒരു എം ടി ആയിട്ടുള്ള ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ആപ്പിൾ എന്നാണെങ്കിൽ ആപ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഗസ് ചെയ്ത് യൂസറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ആപ്പിൾ ആണെങ്കിൽ എത്ര സ്പെല്ലിംഗ് ആണോ അതിനകത്തുള്ളത് അല്ലെങ്കിൽ എത്ര ലെറ്റേഴ്സ് ആണോ ഉള്ളത് അത്രയും ലെറ്റേഴ്സിൻ്റെ ഒരു എം ടി ആയിട്ടുള്ള ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. അത് നമുക്ക് ഡാഷ് കൊടുത്തിട്ട് ചെയ്യാം. സോ യൂസർ ഗസ് ചെയ്യുന്ന ആ ഒരു ലെറ്റർ ഇതിനകത്ത് മാച്ചിങ് വരുവാണെങ്കിൽ അവിടെ അത് റീപ്ലേസ് ചെയ്തിട്ട് ആ ഒരു ലെറ്റർ അവിടെ എഴുതുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എം ടി ആയിട്ടുള്ളൊരു സ്പേസ് ചൂസ് ചെയ്യുന്ന ഇപ്പം ആപ്പിൾ ആണെങ്കിൽ എത്രയുണ്ട് 1 2 3 4 5 സ്പേസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് 5 ഡാഷ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. നേച്ചർ ആണെങ്കിൽ 1 2 3 4 5 6 ഡാഷുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം. കേരള ആണെങ്കിൽ 2 4 6 ഡാഷുകൾ. ഇതാണെങ്കിൽ 1 2 3 4 5 6 7 8 9 അത്ര ഡാഷ് ഇതാണ് നമുക്ക് എം ടി ആയിട്ടുള്ളത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് അറിയത്തില്ല, അതായത് റാൻഡായിട്ട് കിട്ടുന്ന വാല്യൂസിൻ്റെ ലെങ്ത് എത്രയാണോ അല്ലെങ്കിൽ അതിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ലെങ്ത് വെച്ചിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാം. അത് നമുക്ക് ഇനീഷ്യൽ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നെങ്കിൽ ഒരു എം ടി ആയിട്ടുള്ള ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ദെൻ റാൻഡായിട്ട് ചൂസ് ചെയ്യുന്ന ഈ റാൻഡ് ലിസ്റ്റിനകത്ത് വരുന്ന വേർഡ് ഏതാണോ ആ വേർഡിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും വെച്ചിട്ട് നമുക്കൊരു അത്രയും ഡാഷുകൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. സോ അതുകൊണ്ട് തന്നെ ആദ്യമേ നമുക്കൊരു വേരിയബിൾ നെയിം കൊടുത്തിട്ട് ഞാനിവിടെ ഡിസ്പ്ലേ എന്നുള്ളൊരു ഡിസ്പ്ലേ സീക്വൽ ടു ഞാനൊരു എം ടി ആയിട്ടുള്ളൊരു ലിസ്റ്റ് കൊടുത്തു. ദെൻ നമുക്ക് ഫോർ ലൂപ്പിനകത്ത് ചെക്ക് ചെയ്യാം. ഫോർ ലൂപ്പിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. ഞാൻ ലെറ്ററിന് കൊടുത്തു.
ലെറ്റർ ഇൻ റാൻഡ് ലിസ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം. സോ അതിനകത്ത് ഓക്കെ ആണെങ്കിൽ ഡിസ്പ്ലേ പ്ലസ് ഈക്വൽ ടു നമുക്ക് എന്താ വേണ്ടേ, ഡാഷ് കൊടുക്കാം. അങ്ങനെ ഓക്കെ, ഈ ഡാഷ് കൊടുക്കുക, ഡാഷ് പ്രിൻ്റ് ആയിട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ ഇതിനകത്ത് റാൻഡ് ലിസ്റ്റിനകത്ത് ചൂസ് ചെയ്യുന്നത് ആപ്പിൾ എന്നാണെങ്കിൽ എ ഇതിനകത്ത് ലെറ്ററിന് എ അസൈൻ ചെയ്യും. എ ഈ റാൻഡ് ലിസ്റ്റിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എ ഉണ്ട്, സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡാഷ് അവിടെ പ്രിൻ്റ് ആവും. അങ്ങനെ അടുത്തത് പി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ദെൻ പി ഉണ്ട്, സോ അതുകൊണ്ട് തന്നെ അടുത്തത് അവിടെ ഇത് ചെയ്യും. അപ്പോൾ എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അത്രയും ലെറ്റേഴ്സിൻ്റെ ഡാഷ് അവിടെ ഇതായിട്ട് ഔട്ട്പുട്ടിൽ വരും. സോ നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് ഡിസ്പ്ലേനെ പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിതും കൂടി പ്രിൻറ്റ് ചെയ്യാം. ഏതാണ് ചൂസ് ചെയ്തതെന്ന് മനസ്സിലാക്കാമല്ലോ, ഏതാണ് റാൻഡായിട്ട് ചൂസ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. സോ ഇവിടെ കേരള എന്ന് പറയുന്ന ഒരു വേർഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ കെയ്ക്ക് പകരം ഡാഷ് വന്നു, ഇക്ക് പകരം ഇവിടെ ഒരു ഡാഷ് വന്നു, ആറിന് പകരം ഒരു ഡാഷ് വന്നു, എക്ക് പകരം ഒരു ഡാഷ്, എല്ലിന് പകരം ഒരു ഡാഷ്, എക്ക് പകരം ഒരു ഡാഷ്. അപ്പോൾ ഈ രീതിയിലാണ് പ്രിൻറ്റ് ചെയ്തത്. നമുക്ക് ഓൾസോ നമുക്ക് ലെങ്ത് ഫംഗ്ഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതായത് ലെങ്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റേഞ്ച് യൂസ് ചെയ്യേണ്ടി വരും, റേഞ്ച് ഫംഗ്ഷനോട് യൂസ് ചെയ്യേണ്ടി വരും. അതായത് റേഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത് എത്രയാണോ അത്രയും ലെങ്ത്തിൽ ആ റേഞ്ച് ഫംഗ്ഷനകത്ത് വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം. റേഞ്ചിനകത്ത് നമുക്ക് അതിൻ്റെ ലെങ്ത് അറിയണം. സോ ലെങ്ത് ഓഫ് റാൻഡ് ലിസ്റ്റ് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഞാൻ ലെറ്ററിന് പകരം വേണമെങ്കിൽ ലെറ്റർ വേണമെങ്കിൽ തന്നെ കിടന്നിട്ട് നമുക്ക് വേണമെങ്കിൽ നെയിം മാറ്റി കൊടുക്കാം. സോ ഇവിടെ ബിനു കെ ജോസ് എന്ന് പറയുന്ന നെയിമാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും സെയിം തന്നെയാണ് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, എങ്ങനെ ചെയ്താലും സെയിം ഔട്ട്പുട്ട് തന്നെയായിരിക്കും. ഇവിടെ ബിക്ക് പകരം ഡാഷ് വന്നു, ഐക്ക് പകരം ഡാഷ് വന്നു, എന്നിന് പകരം ഡാഷ് വന്നു. അപ്പോൾ ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. സോ റേഞ്ച് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് 0 മുതൽ, ഇപ്പോൾ ആപ്പിളാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ 0 മുതൽ 0, 1, അതായത് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1, 2, 3, 4, 5 ആയിരിക്കും അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അതായത് 1, 2, 3, 4, 5. സോ 4 വരെയുള്ള 2, 3, 4 ഇത്രയും, അതായത് 0 മുതൽ 5 വരെയുള്ള റേഞ്ചാണ് അസൈൻ ചെയ്യുന്നത്. അതായത് 5 ആണ് അതിൻ്റെ റേഞ്ച് ലെങ്ത് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ 5 മീൻസ് റേഞ്ച് ഫംഗ്ഷൻ വരുമ്പോൾ അതിന് ഒരു പടി താഴെയുള്ള, അതായത് 5 ഇൻക്ലൂഡഡ് അല്ല, 5ന് താഴെയുള്ള വാല്യൂസ് വരെയായിരിക്കും കൊടുക്കുന്നത്. റേഞ്ച് ഫംഗ്ഷനകത്ത് അത്രയും ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ കുറച്ചുകൂടി മീൻഫുൾ ആയിട്ട് നെയിം കൊടുക്കുകയാണ്. ചൂസ് ആൻഡ് വേർഡ് എന്ന നെയിം കൊടുത്തു. സോ ഇവിടെ എല്ലാത്തിനും മാറ്റി കൊടുക്കാം. കുറച്ചുകൂടി നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ലിസ്റ്റ് എന്ന് കൊടുത്തുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. വേർഡ് അയക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന വേർഡ് ആ രീതിയിൽ ഞാൻ കൊടുത്തു. സോ ഇപ്പോൾ റാൻഡായിട്ട് ഒരു വേർഡിനെ എടുക്കുകയും അതിനനുസരിച്ചുള്ള ഒരു ഡാഷ് അല്ലെങ്കിൽ ബ്ലാങ്ക് സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി ഫ്ലോ ചാർട്ടിൽ നമുക്ക് അടുത്ത് വരുന്നത് എന്താണ്? അടുത്ത് വരുന്നത് യൂസറിനോട് ഒരു ലെറ്റർ ഗസ് ചെയ്ത് പറയാൻ പറയുന്നു. സോ നമുക്കവിടെ ഇൻപുട്ട് ഫംഗ്ഷൻ വെച്ചിട്ട് യൂസറിനോട് ഒരു വാല്യൂ ഒരു ലെറ്റർ അടിച്ചു കൊടുക്കാൻ പറയുന്നു. അതിനെ ആ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഇനി അടുത്ത് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത് എന്താണ് വേണ്ടത്? സോ ഞാനിവിടെ ഒരു മീൻഫുൾ ആയിട്ടുള്ള നെയിം കൊടുക്കണം. ഗസ്സർ ലെറ്റർ എന്ന നെയിം കൊടുത്തു. ദെൻ സീക്വൽ ടു നമുക്കിവിടെ ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഇൻപുട്ട് ഫംഗ്ഷനകത്ത് യൂസറിനോട് ചോദിക്കണം ഓക്കെ, ഗസ് എ ലെറ്റർ എന്നുള്ള രീതിയിൽ യൂസറിനോട് ചോദിക്കുകയാണ്. ഇൻപുട്ട് ഫംഗ്ഷൻ വെച്ചിട്ട് ചോദിച്ച് ദെൻ അത് ആ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ദെൻ നമുക്ക് അടുത്ത് എന്താണ്? ഫോർ ലൂപ്പിനകത്ത് ചെക്ക് ചെയ്യാം. ഫോർ ലൂപ്പിനകത്ത് ലെറ്റർ ഇൻ ചൂസ് ആൻഡ് വേർഡ്, അതായത് ചൂസ് ആൻഡ് വേർഡിനകത്തുള്ള നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഒരു വേർഡ് അതിൻ്റെ ഓരോന്നിൻ്റെയും ചെക്ക് ചെയ്യും. അപ്പോൾ ലെറ്ററിനകത്തേക്ക് ആപ്പിളാണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ എ അസൈൻ ചെയ്യും. ആ രീതിയിൽ എടുക്കും. ദെൻ ആ എ ആണോ ഗസ്സർ ലെറ്റർ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് ലെറ്റർ സിക്കൽ ടു എന്താണ് ഗസ്സർ ലെറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യാമല്ലോ. നമുക്കിത് ഈഫ് ലൂപ്പിൽ കൊടുക്കാം. ഈഫ് ലൂപ്പിൻ്റെ ഉള്ളിൽ ലെറ്റർ സിക്കൽ ടു ലെറ്റർ എന്നുള്ള രീതിയിൽ കൊടുക്കാം. സോ ലെറ്ററിൻ്റെ വാല്യൂ ഓരോന്ന് മാറി വന്നുകൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ ആപ്പിളാണെങ്കിൽ ആദ്യം എ വരും, ദെൻ പി വരും, ദെൻ പി വരും, ദെൻ എൽ വരും, ദെൻ ഇ വരും. ആ രീതിയിൽ ഓരോന്ന് മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ യൂസർ അടിച്ചു കൊടുത്തത് എ ആണെങ്കിൽ ആദ്യം ലെറ്ററിനകത്ത് എ വന്നിട്ടുണ്ട്. സോ ലെറ്ററിനകത്ത് എ ആണോ എന്ന് ചെക്ക് ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് പ്രിൻറ്റ് ചെയ്യുമല്ല, നമുക്ക് ജസ്റ്റ് മാച്ചഡ് എന്നുള്ള രീതിയിൽ ഔട്ട്പുട്ട് കൊടുക്കാം. ഓക്കെ, ഇതും ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഒരു ലെറ്റർ ഗസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. സോ ഞാനിവിടെ
എ എന്ന് അടിക്കുകയാണ്. എ എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ മാച്ചഡാണ്, കാരണം അത് ഓൾറെഡി എ അതിനകത്തുണ്ട്. ഞാനിപ്പോൾ വേറെ ഇല്ലാത്തൊരു ബി അടിക്കുകയാണ്. ബി അതിനകത്തില്ല. സോ അതുകൊണ്ട് തന്നെ വേറെ റിസൾട്ടൊന്നും വന്നിട്ടില്ല. ഓക്കെ, ഞാനിവിടെ ഒരു സ്പേസും കൂടി കൊടുക്കാം. സോ നമ്മളിപ്പോൾ യൂസറിനോട് ഗസ് ചെയ്യാൻ പറഞ്ഞൊരു ലെറ്ററിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. ഇനി ഇപ്പോൾ നമ്മൾ അടുത്തതിന് കണ്ടീഷനകത്ത് ചെക്ക് ചെയ്യുവാണ്. യൂസർ അടിച്ചു കൊടുത്തത്, അതായത് കണ്ടീഷനകത്ത് യൂസർ അടിച്ചു കൊടുത്തത് തന്നെയാണോ, യൂസർ ഗസ് ചെയ്തത് തന്നെ ആ ഒരു ലെറ്റർ നമ്മുടെ ചൂസ് ചെയ്ത വേർഡിനകത്തുള്ള ലെറ്ററിനകത്ത് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു. ദെൻ നമുക്കിനി അത് എസ് ആണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യണം, നോ ആണെങ്കിൽ ഏത് രീതിയിൽ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. സോ അതിൻ്റെ സ്റ്റെപ്പാണ് അടുത്ത് വരുന്നത്. സോ നമുക്കിനി നമ്മളിവിടെ ഈഫിൻ്റെ എൽസും കൂടി കൊടുക്കാം. എൽസ് ആണെങ്കിൽ എന്താണ്, പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് നോട്ട് മാച്ചഡ് എന്നുള്ള രീതിയിൽ വന്നു. സോ ഇതും കൂടി ഒന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ലെറ്റർ അടിച്ചു കൊടുക്കാൻ പറഞ്ഞു വന്നു. ഞാൻ ബി അടിച്ചു കൊടുക്കുകയാണ്. ബി അടിക്കുമ്പോൾ നോട്ട് മാച്ചഡ് ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, ഇതിപ്പോൾ നേച്ചറാണ്. അപ്പോൾ ഓരോ ലെറ്ററിൻ്റെയും ഓരോന്ന് ട്രൈ നോക്കുകയാണ് ചെയ്യണത്. സോ ആദ്യമേ എന്നിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. സോ എന്നും ബിയും മാച്ചിങ് അല്ല, അതുകൊണ്ട് തന്നെ നോട്ട് മാച്ചഡ് എന്നുള്ള രീതിയിൽ എഴുതി വന്നു. അത് കഴിഞ്ഞിട്ട് എ കമ്പയർ ചെയ്ത് നോക്കി, ദെൻ അത് നോട്ട് മാച്ചഡ് ആണ്. അങ്ങനെ ഓരോന്നും കമ്പയർ ചെയ്തു. അങ്ങനെ ഓരോ തവണയും എഴുതി വരുവാണ് ചെയ്യണത്. ഓക്കെ, നമുക്കിത് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി എന്ത് ചെയ്യണം, നമുക്ക് വൈൽ ലൂപ്പിനകത്ത് കൊടുക്കാം. അതായത് ഗെയിം ഓവർ ആവണവരെ കളിച്ചുകൊണ്ടിരിക്കണം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം, നമുക്ക് ഈ ഡിസ്പ്ലേ കഴിഞ്ഞിട്ടുള്ള ഇവിടെ തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വൈൽ ലൂപ്പിൽ കൊടുക്കാം. ചൂസ് ആൻഡ് വേൾഡിലല്ലോ യൂസർ ഗസ് ചെയ്യുന്ന കാര്യം മുതലുള്ള കാര്യങ്ങൾ നമുക്ക് വൈൽ ലൂപ്പിനകത്ത് കൊടുത്താൽ മതി. സോ ഇവിടെ നമുക്ക് വൈൽ ലൂപ്പിനകത്ത് കൊടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ട്രൂ കൊടുത്തിട്ട് ചെയ്യാം. പക്ഷേ ട്രൂ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, ട്രൂ മാത്രം കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറ്റിയിടാം. വൈൽ ലൂപ്പിൻ്റെ ഉള്ളിലേക്കൊന്ന് പുഷ് ചെയ്തിട്ടു. ദെൻ ഇവിടെ നമ്മൾ ട്രൂ മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, എൻഡിങ് ഉണ്ടാവത്തില്ല. സോ നമുക്ക് എൻഡിങ് ഉണ്ട്. എൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെയിം ഓവർ ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഒന്നെങ്കിൽ പ്ലെയർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗെയിം അവിടെ സ്റ്റോപ്പ് ആവുന്നു, അല്ലെങ്കിൽ പ്ലെയറിൻ്റെ ലൈഫ് തീർന്നിട്ടുണ്ടെങ്കിൽ ഗെയിം അവിടെ ഓവർ ആവുന്നു. സോ ആ രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണം, നമുക്ക് ഗെയിം ഓവർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ദെൻ അത് ഇനീഷ്യലി ഫോൾസ് ആയിരിക്കും. സോ അതായത് പ്ലെയർ ഫിനിഷ് ചെയ്യാത്ത സമയത്ത് ഫോൾസ് ആയിട്ട്, ഗെയിം ഓവർ ഫോൾസ് ആയിട്ട്, അതായത് ആക്റ്റീവ് അല്ല, പ്ലെയർ എലിമിനേറ്റ് ആവോ അല്ലെങ്കിൽ ഗെയിം ഫിനിഷ് ചെയ്യുകയോ ചെയ്തില്ല, അത് വിൻ ചെയ്യുകയോ തോക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗെയിം ഓവർ ട്രൂ ആയാൽ മതി. അല്ലാത്ത കണ്ടീഷനിൽ ഫോൾസ് ആണ്. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ഫോൾസ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് വൈലിനകത്ത് നമുക്ക് എങ്ങനെ കൊടുക്കണം, നോട്ട് ഗെയിം ഓവർ എന്ന് കൊടുക്കാം. ഓക്കെ, നോട്ട് ഗെയിം ഓവർ, വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ നോട്ട് ഗെയിം ഓവർ. ആദ്യമേ നമ്മൾ ഗെയിം ഓവർ ഇപ്പോൾ ഫോൾസ് ആണ്. സോ നോട്ട് കൊടുത്തുകൊണ്ട് തന്നെ വൈൽ ട്രൂ എന്നാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സെയിം മെത്തേഡ് തന്നെ, വൈൽ ട്രൂ നേരത്തെ കൊടുത്തതിൻ്റെ മെത്തേഡ് തന്നെ. നമ്മൾ പ്ലെയർ ജയിക്കുകയോ അല്ലെങ്കിൽ തോക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗെയിം ഓവർ അവിടെ ട്രൂ ആവും. ട്രൂ ആയി കഴിയുമ്പോൾ ഇവിടെ ഈ വൈൽ ലൂപ്പ് ആക്റ്റീവ് ചെയ്യത്തില്ല, അന്നേരം ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, ദെൻ നമുക്കിവിടെ ഈ ഫോർ ലൂപ്പിനകത്ത് ഈ ചൂസ് ആൻഡ് വേർഡ് യൂസ് ചെയ്ത് എന്ത് പറ്റും. സോ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ആപ്പിളാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ, ഈ ഒരു വേർഡാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് പി 2 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ യൂസർ അടിച്ചു കൊടുക്കുന്നത് പി ആണെങ്കിൽ ഓരോ കണ്ടീഷനും ചെക്ക് ചെയ്യും. അതായത് യൂസർ അടിച്ചു കൊടുക്കുന്നത് പി ആണെങ്കിൽ ആദ്യം വരുന്ന എ മാച്ചിങ് ആയിരിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ ഡാഷ് വരും. ദെൻ അടുത്തത് പി ആണ്, സോ മാച്ചിങ് ആണ്. സോ അവിടെ പി റീപ്ലേസ് ചെയ്ത് വരും. ദെൻ അടുത്തത് പി ആണ്, സോ അത് അവിടെ റീപ്ലേസ് ചെയ്ത് വരും. ദെൻ അടുത്തത് ഡാഷ് വരും, മാച്ചിങ് അല്ല. ദെൻ ഈ മാച്ചിങ് അല്ല. സോ അതുകൊണ്ട് തന്നെ ആ രീതിയിലാണ് എഴുതി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടുന്നുണ്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് തന്നെ നമ്മളിവിടെ ചൂസ് ആൻഡ് വേർഡ് തന്നെ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ എ എന്ന് കൊടുത്തു. സോ എക്ക് ആദ്യമേ മാച്ചിങ് വരുന്നുണ്ട്, ബാക്കിയൊന്നും മാച്ചിങ് വരുന്നില്ല. ദെൻ ഞാൻ വീണ്ടും പി അടിച്ചു കൊടുത്തു. ദെൻ പി അടിച്ചു കൊടുത്ത സമയത്ത് നേച്ചറാണ് വന്നിരിക്കുന്നത്. നേച്ചറിനകത്ത് പി ഇല്ല. ഇതിനകത്ത് 2 വന്നിട്ടുള്ളത്, 2 വന്നേണമൊന്നുമില്ല. ഒന്നുകൂടി നമുക്കൊന്ന് റിപ്ലൈ ചെയ്ത് നോക്കാം. ദെൻ ഇവിടെ ആപ്പിൾ വന്നിട്ടുണ്ട്. ഞാനിവിടെ പി അടിക്കുകയാണ്. സോ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ പി 2 തവണ വന്നിട്ടുണ്ട്. സോ മാച്ചഡ് എന്നുള്ള രീതിയിൽ പി 2 തവണ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. സോ നമുക്കിനി ഇതിൻ്റെ തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. നമുക്ക് ഓൾസോ ഇവിടെ നമുക്ക് റേഞ്ച് ഫംഗ്ഷൻ വേണമെങ്കിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം. സോ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 പി വന്നിട്ടുണ്ടെങ്കിൽ ഏത് പൊസിഷൻ, ഇപ്പോൾ 0th ഇൻഡെക്സ് ആണെങ്കിൽ 0th ഇൻഡെക്സിൽ, 1th ഇൻഡെക്സിലാണെങ്കിൽ 1th ഇൻഡെക്സിൽ, അതായത് ഒറ്റ എക്സിക്യൂഷൻ തന്നെ 2 നമുക്ക് റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സോ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യണം. സോ ഞാനിവിടെ റേഞ്ച് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ദെൻ അതിൻ്റെ ലെങ്ത്ത് കാണുക, അതായത് ചൂസ് ആൻഡ് വേർഡിൻ്റെ ലെങ്ത്ത് കാണുക. ലെങ്ത്ത് ഓഫ് ചൂസ് ആൻഡ് വേർഡ് കൊടുക്കാം. ദെൻ ഞാനിവിടെ ലെറ്റർ എന്നുള്ള വേരിയബിൾ നെയിമിന് പകരം
ഞാനിവിടെ പൊസിഷൻ എന്ന് കൊടുത്തു. സോ ഒരു മീൻഫുൾ ആയിട്ടുള്ള നെയിം കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ POS എന്ന് കൊടുത്തു. ദെൻ നമുക്കിവിടെ ഗസ്റ്റർ ലെറ്ററിൻ്റെ ഒപ്പം അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ, അതായത് പൊസിഷൻ, അതായത് ഇവിടെ വരുന്നത് 0, ഈ ഇവിടെ വരുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 അങ്ങനെയുള്ള ഇൻഡെക്സ് വാല്യൂ ആണ്. അപ്പോൾ ഗസ്റ്റർ ലെറ്ററിൻ്റെ 0th ഇൻഡെക്സിന് എന്താണോ അത് ഈ ലെറ്റർ എന്നുള്ള മാറ്റിയിട്ട് ഇവിടെ POS കൊടുക്കാം. നമുക്കിവിടെ എല്ലാം ഇട്ട് കൊടുക്കേണ്ടത്. നമുക്കിതിന് താഴെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ ലെറ്റർ എന്നുള്ള വേരിയബിൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ദെൻ അതിനകത്ത് ചൂസൺ വേർഡിൻ്റെ ആ ഒരു പൊസിഷനിലുള്ള POS ആ ഒരു ഇൻഡെക്സിലുള്ള വാല്യൂ ഏതാണോ ആ വാല്യൂവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ കേളി ബ്രാക്കറ്റ് അല്ല, സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് ഈ ലെങ്ത് ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്നത് 0, ഇപ്പോൾ ആപ്പിൾ ആണെങ്കിൽ 0, 1, 2, 3, 4 ഈ രീതിയിലായിരിക്കും നമുക്ക് വാല്യൂസ് കിട്ടുന്നത്. ഓക്കെ, അതായത് ഇതിൻ്റെ POS വരുന്നത് അതായത് 0 മുതൽ 5 വരെയുള്ള ഇൻഡെക്സ് വാല്യൂവിനാണ് 0 മുതൽ 5 വരെയുള്ള വാല്യൂസിനാണ് ചെക്ക് ചെയ്യുന്നത്. അത് 5 ഇൻക്ലൂഡഡ് അല്ല, 4 ഇൻക്ലൂഡഡ് ആണ്. സോ 0, 1, 2, 3, 4 ആ ഒരു വാല്യൂസിനാണ് ചെക്ക് ചെയ്യുന്നത്. സോ ഇവിടെ പൊസിഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. 0th ആയിരിക്കുന്ന സമയത്ത് ചൂസൺ വേർഡിനകത്തുള്ള ഇൻഡെക്സ് 0, അതായത് ചൂസൺ വേർഡ് ആപ്പിൾ ആണെങ്കിൽ ആപ്പിളിൻ്റെ 0th ഇൻഡെക്സിൽ വരുന്നത് A ആണ്. സോ Aനെ ലെറ്ററിലേക്ക് അസൈൻ ചെയ്യുന്നു എന്നാണ് മീൻ ചെയ്യുന്നത്. സോ നമുക്കിവിടെ പൊസിഷൻ മാറ്റിയിട്ട് നമുക്കിവിടെ ലെറ്റർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ലെറ്ററിൻ്റെ വാല്യൂ എന്താണോ ആ വാല്യൂ ഈ ഗസ്റ്റർ ലെറ്ററായിട്ട് മാച്ചിങ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ദെൻ ആണെങ്കിൽ പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് അത് ഓക്കെ എന്നുള്ള രീതിയിൽ വരും. സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ P അടിച്ചു. ദെൻ P അടിച്ചിട്ടുണ്ടെങ്കിൽ ബിനു കെ ജോസ് ആണ് വന്നിരിക്കുന്നത്. ഞാനൊന്നും കൂടി മാറ്റാം. നേച്ചറാണ്, ഒന്നും കൂടി റൺ ചെയ്യുവാണ്. വീണ്ടും നേച്ചറാണ്, ഞാനൊന്നും കൂടി റൺ ചെയ്യുവാണ്. ഓക്കെ, ഇപ്പോൾ ആപ്പിൾ വന്നിട്ടുണ്ട്. ഞാൻ P അടിക്കുവാണ്. സോ ഇവിടെ നോക്കേണ്ടെങ്കിൽ 2 തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് റേഞ്ച് ഫംഗ്ഷനെയും യൂസ് ചെയ്തിട്ട് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മറ്റേ മെത്തേഡ് യൂസ് ചെയ്തിട്ടും ചെയ്തെടുക്കാം. നമുക്കിനി അടുത്തത് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടിക്കഴിയുമ്പോൾ, അതായത് മാച്ചഡ് എന്നുള്ള ഔട്ട്പുട്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഡിസ്പ്ലേയിലേക്ക് ഈ ഒരു ഇതിന് പകരം, അതായത് ഡാഷിന് പകരം അവിടെ ഈ ഒരു ഗസ്റ്റർ ലെറ്ററിനെ അസൈൻ ചെയ്ത് കൊടുക്കണം. സോ അതുകൊണ്ട് നമുക്ക് എന്ത് വേണം, ഡിസ്പ്ലേയുടെ ഉള്ളിലേക്കാണ് നമുക്ക് അസൈൻ ചെയ്യേണ്ടത്. ഡിസ്പ്ലേയുടെ ഏത് ഇൻഡെക്സിലേക്കാണ് നമുക്ക് അസൈൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പൊസിഷൻ, ആ പൊസിഷൻ്റെ വാല്യൂ ഏതാണോ POS എന്ന് പറയുന്നതാണ്. അപ്പോൾ 0th ഇൻഡെക്സിൽ മാച്ചിങ് ആണെങ്കിൽ 0th ഇൻഡെക്സിലേക്ക് ആ ഒരു ഗസ്റ്റർ ലെറ്ററിനെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഗസ്റ്റർ ലെറ്ററിൻ്റെ വാല്യൂ A ആണെങ്കിൽ എന്താണ്, A ആണെങ്കിൽ ഡിസ്പ്ലേയുടെ 0th ഇൻഡെക്സിലേക്ക്. സോ 0th ഇൻഡെക്സിലാണ് പൊസിഷൻ ഓക്കെ ആയതെങ്കിൽ ആ 0th ഇൻഡെക്സിലേക്ക് ഈ A എന്ന് പറയുന്ന ലെറ്ററിനെ അസൈൻ ചെയ്ത് കൊടുക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഞാനിവിടെ P അടിച്ചു കൊടുക്കുകയാണ്. P അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ അത് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടില്ല, ഡിസ്പ്ലേ പ്രിൻ്റ് ചെയ്യാനുള്ളത്. ഫോർ ലൂപ്പിന് പുറത്ത് ജസ്റ്റ് പ്രിൻ്റ് ചെയ്യാൻ ഉള്ള ഇത് കൊടുത്ത് നോക്കാം. സോ ഓക്കെ, ഇവിടെയും വേണം. A കൊടുത്തു. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ റീപ്ലേസ് ചെയ്തിട്ട് A വന്നിരിക്കുന്ന സ്ഥലത്ത് റീപ്ലേസ് ചെയ്തിട്ട് വന്നു. ഞാൻ ആപ്പിളിൻ്റെ കേസ് തന്നെ നോക്കാം. സോ ആപ്പിളിൽ 2 P വരുന്നുണ്ട്. സോ ഞാനിവിടെ P അടിച്ചു കൊടുത്തു. ദെൻ P വന്നിരിക്കുന്ന സ്ഥലത്തെല്ലാം അത് ഓട്ടോമാറ്റിക്കലി റീപ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എൽസ് കേസ് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് എൽസ് കേസിനകത്ത് ഇവിടെ എൽസ് കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, അതായത് ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ട് എന്ത് പറ്റും? ഇപ്പം ഞാൻ എക്സാമ്പിളായിട്ട് എൽസ് ലൂപ്പ് ലൈഫ് എന്ന് പറയുന്ന ഒരു പേര്, അതായത് ഒരു പ്ലെയറിന് 6 ചാൻസ് ഉള്ളതെന്ന് എഴുതുക. ലൈഫ് സീക്വൽ ടു 6, ഒരു പ്ലെയറിന് 6 ചാൻസ് ആണുള്ളത്. അപ്പോൾ ലൈഫിൻ്റെ വാല്യൂ എത്രയാണ്? 6 ആണ്. സോ എൽസ് ആണെങ്കിൽ, അതായത് ഗസ് ചെയ്ത ലെറ്റർ തെറ്റാണെങ്കിൽ മൈനസ് ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ കൊടുക്കാം. മൈനസ് ഈക്വൽ ടു 1 എന്നുള്ള രീതിയിൽ കൊടുക്കാം. അപ്പം അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ ഓരോ തവണയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫോർ ലൂപ്പ് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് ലൈഫ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇപ്പം ഞാൻ ആപ്പിളിനകത്ത് ഇല്ലാത്ത ഞാൻ B കൊടുത്തു. ഇപ്പോൾ B കൊടുത്തപ്പോൾ ഇതുകൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ 5, 4, 3, 2, അതായത് ആപ്പിളിനകത്തുള്ള ഓരോ സ്പെല്ലിങ്ങിലും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല. അതായത് ഓരോ തവണ ഗസ് ചെയ്യാനുള്ള ചാൻസ് കൊടുക്കുകയാണ് ചെയ്യണത്. ഓക്കെ, ഇവിടെ നമുക്ക് ഓരോ ലെറ്ററിലും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോർ ലൂപ്പിൽ നിന്ന് ഈ എൽസ് ഇവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ഈ ഫോർ ലൂപ്പിന് പുറത്തായിട്ട് വീണ്ടും വേറൊരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം. ഫോർ ലൂപ്പിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ചെക്ക് ചെയ്യാം.
യൂസർ അടിച്ച ഗസ്റ്റഡ് ലെറ്റർ, ഫോർ ലൂപ്പ് യൂസ് ചെയ്യേണ്ട, നമുക്ക് ഈഫ് ലൂപ്പ് യൂസ് ചെയ്യാം. ഈഫ് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഗസ്റ്റഡ് ലെറ്ററിൻ്റെ ആ ഒരു വാല്യൂ എന്താണോ അത് നമുക്ക് മെമ്പർഷിപ്പ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. നോട്ട് ഇൻ ചൂസൻ വേർഡ്, അതായത് ചൂസൻ വേർഡിനകത്തുള്ളത്, ഇപ്പോൾ ചൂസൻ വേർഡ് എന്താണ്, ചൂസൻ വേർഡിൻ്റെ വാല്യൂ ഗസർ ലെറ്ററിനകത്ത്. സോ ഇവിടെ ചൂസൻ വേർഡിനകത്ത് കമ്പയർ ചെയ്യും. ചൂസൻ വേർഡിനകത്ത് ആപ്പിൾ ആണെങ്കിൽ APPLE, അതിനകത്ത് ഏതെങ്കിലും സ്പെല്ലിങ് ഈ ഗസർ ലെറ്ററിനകത്ത് നമ്മൾ അടിച്ചു കൊടുത്താൽ, ഇപ്പോൾ A ആണെങ്കിൽ ഈ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക്, ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറത്തില്ല. A അല്ല എങ്കിൽ നോട്ടിൻ ആണ് നമ്മളിവിടെ മെമ്പർഷിപ്പ് ഓപ്പറേറ്ററാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ചൂസൻ വേർഡിനകത്ത് ഇല്ലാത്തത് ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, നമ്മുടെ ലൈഫ് അവിടെ ഒരു തവണ കുറയും. അപ്പോൾ ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സോ നമുക്കിതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ ഞാനിവിടെ A കൊടുക്കാം. ബിനുക്ക ജോസാണ് വന്നിരിക്കുന്നത്. സോ അത് തെറ്റായിട്ടുള്ളൊരു വാല്യൂ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല, ഈ ഇഫ് ലൂപ്പിൻ്റെ ഉള്ളിൽ കയറിയില്ല. സോ അതുകൊണ്ട് തന്നെ അത് എഴുതി പ്രിൻ്റായിട്ട് വന്നിട്ടില്ല. പ്രിൻ്റ് ചെയ്യാൻ നമ്മൾ കൊടുത്തിട്ടില്ല. ഞാനൊന്നും കൂടെ റൺ ചെയ്യാം. ആപ്പിൾ വരുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഞാനിവിടെ ആദ്യമേ P കൊടുത്തു. സോ യൂസറിൻ്റെ ലൈഫ് കുറഞ്ഞിട്ടില്ല, 6 തന്നെയാണ് യൂസറിൻ്റെ ലൈഫ് വന്നിരിക്കുന്നത്. ദെൻ ഞാൻ A കൊടുത്തു. A കൊടുത്തപ്പോഴും സെയിം തന്നെയാണ്, കാരണം ശരിയായിട്ടുള്ള ഒരു ആൻസർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈഫ് മാറിയിട്ടില്ല, 6 തന്നെയാണ് വാല്യൂ വന്നിരിക്കുന്നത്. ഞാൻ തെറ്റായിട്ടുള്ളൊരു വാല്യൂ കൊടുക്കുകയാണ്, B ആണ് കൊടുത്തിരിക്കുന്നത്. അന്നേരം ഇതിനകത്ത് വേറെ മാറ്റമൊന്നും വന്നിട്ടില്ല. ദെൻ ഒരു ലൈഫ് കുറഞ്ഞു, 5 ആയി മാറിയിരിക്കുകയാണ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ അത് സെറ്റ് ചെയ്തെടുത്തു. ദെൻ നമുക്കിനി അടുത്ത് എന്ത് വേണം, നമുക്ക് അടുത്തത് ഈ ലൈഫിൻ്റെ വാല്യൂ, അതായത് ലൈഫിൻ്റെ ഈഫ് ലൂപ്പിനകത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. ഈഫ് ലൂപ്പിനകത്ത് ലൈഫിൻ്റെ വാല്യൂ ഈക്വൽ ടു 0 ആയെങ്കിൽ അതിനർത്ഥം എന്താണ്, ഗെയിം ഓവർ ആയെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സോ നമുക്ക് ഗെയിം ഓവർ എന്ന് പറയുന്ന ഓൾറെഡി ഇവിടെ ഒരു വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിവിടെ ഒരു ഗെയിം ഓവർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന് ഫോൾസ് ആണ് വാല്യൂ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് അതിനെ ട്രൂ ചെയ്യാം. അപ്പോൾ ഗെയിം ഓവർ ആയിട്ടുണ്ടെങ്കിൽ ട്രൂ ആയിട്ട് മാറണം. അപ്പോൾ അവിടെ വൈൽ ലൂപ്പ് എൻഡ് ആവും. സോ ഞാനിവിടെ ഗെയിം ഓവർ എന്ന് പറയുന്ന അതിനകത്തേക്ക് ഗെയിം ഓവർ ഈക്വൽ ടു ട്രൂ എന്നുള്ള രീതിയിൽ കൊടുത്തു. ഓക്കെ, ദെൻ വേണമെങ്കിൽ നമുക്ക് പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് ഗെയിം ഓവർ എന്നുള്ള രീതിയിൽ മെസ്സേജ് കൊടുക്കാം. ഓക്കെ, സോ ഇതും കൂടി നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. കേരളയാണ്, ഞാൻ A കൊടുത്തു. ഓക്കെ, അതിനകത്ത് തന്നെ ഉണ്ട്. ദെൻ വീണ്ടും A കൊടുത്തു, അതിനകത്തുള്ള ഇത് തന്നെയാണ്. സോ ഞാൻ അടുത്ത് C കൊടുത്തു, അതിനകത്തില്ലാത്തതാണ്. ദെൻ V കൊടുത്തു. ദെൻ വീണ്ടും C കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫും കൂടി പിന്നെയും കുറയും. ഞാൻ X കൊടുത്തു. ദെൻ ഇനി 2 ചാൻസും കൂടി ഉള്ളൂ. ഞാൻ Z കൊടുത്തു, ഒരു ചാൻസും കൂടി ഉള്ളൂ. വീണ്ടും ഞാൻ Z കൊടുത്തു. ദെൻ ഗെയിം ഓവർ എന്നുള്ള രീതിയിൽ മെസ്സേജ് വന്നു. സോ നമുക്കിനി വേറെ ചാൻസ് ഇല്ല. സോ ഗെയിം ഓവർ എന്നുള്ള രീതിയിൽ ഇത് വന്നു. അതുപോലെ തന്നെ പ്രോഗ്രാം ഫിനിഷ് ആവുകയും ചെയ്തു. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്താലും ഔട്ട്പുട്ടൊന്നും വരത്തില്ല, കാരണം പ്രോഗ്രാം ഓൾറെഡി ഫിനിഷ് ആവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ അത് വർക്കിംഗ് ആണ്. സോ നമുക്കിനി അടുത്ത് എന്താണ് വേണ്ടത്, നമ്മളിപ്പോൾ ഒരു വേർഡ് ചൂസ് ചെയ്തു, ദെൻ അതിനെ റാൻഡായിട്ട് ചൂസ് ചെയ്തു, ദെൻ അതിനനുസരിച്ചൊരു ബ്ലാങ്കഡ് ആയിട്ടുള്ള സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഗെസ്സർ ലെറ്റർ, യൂസറിനോട് ഒരു ലെറ്റർ ഗെസ് ചെയ്തിട്ട് കൊടുക്കാൻ പറഞ്ഞു. ദെൻ ആ ഒരു ലെറ്റർ നമ്മുടെ വേർഡിനകത്ത്, അതായത് ജനറേറ്റ് ചെയ്ത വേർഡിനകത്ത് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തു. ഉണ്ട് എങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാം കാര്യങ്ങൾ കൊടുത്തു. ഇല്ല എങ്കിൽ നമ്മുടെ ലൈഫ് അവിടെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു പ്രോഗ്രാം കൊടുത്തു. ദെൻ അത് 0 ആയിട്ടുണ്ടെങ്കിൽ ഗെയിം ഓവർ ചെയ്യാനുള്ളൊരു മെസ്സേജ് കൊടുത്തു. അതുപോലെ തന്നെ ഇത് വൈൽ ലൂപ്പിനകത്തേക്ക് നമ്മൾ ഇട്ട് അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമും കാര്യങ്ങളും കൊടുത്തു. സോ ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തെന്ത് വേണം, അടുത്ത യൂസർ വിൻ ചെയ്തോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം, ഈ ഡിസ്പ്ലേയിൽ നമ്മൾ ഡാഷ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ചൂസ് ചെയ്യുന്ന വേർഡിനനുസരിച്ച് അത്ര ലെങ്ത്തിൽ ഡാഷ് കൊടുക്കും. അപ്പോൾ ഈ ഡാഷ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാറ് വേണമെങ്കിൽ. സോ നമുക്ക് ഇവിടെ ഈഫ് ലൂപ്പിൽ തന്നെ ഇൻ്റർനേഷൻ ശ്രദ്ധിക്കണം. സെയിം ഈ ഫോർ ലൂപ്പിന് താഴെയുള്ള ഇൻ്റർനേഷൻ തന്നെയാണ് വരുന്നത്. നമുക്ക് ഈഫ് ലൂപ്പിനകത്ത് എന്ത് ചെക്ക് ചെയ്യാം, സിംഗിൾ കോട്ടിനകത്ത് വേണമെങ്കിൽ കൊടുക്കാം. ഈ ഡാഷ് നോട്ട് ഇൻ ഡിസ്പ്ലേ. ഓക്കെ, ഡിസ്പ്ലേക്കകത്ത് അതുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതില്ല എങ്കിൽ എന്താണ്, അതില്ല എങ്കിൽ നമുക്ക് ഗെയിം ഓവർ ട്രൂ ആക്കാം. അതായത് ഗെയിം നമുക്ക് എൻഡ് ചെയ്യാം. ഗെയിം ഓവർ ഈക്വൽ ടു ട്രൂ ആക്കാം. ദെൻ നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് ഫംഗ്ഷനകത്ത് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്, യു വിൻ. ഓക്കെ, വിൻ ചെയ്യേണ്ടത് നിങ്ങളെന്നുള്ള രീതിയിൽ കൊടുത്തു.
ഓക്കെ, അപ്പോൾ ഈ ഒരു അണ്ടർസ്കോർ അല്ലെങ്കിൽ ഡാഷ് ഇല്ല എങ്കിൽ അതിനർത്ഥം ഗെയിം ഓവർ അല്ലെങ്കിൽ ഗെയിം അവിടെ എൻഡ് എന്നുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ യു വിൻ എന്നുള്ള രീതിയിൽ കൊടുത്തു. സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ നമുക്ക് ആപ്പിളാണ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമേ എ കൊടുത്തു. ദെൻ ലൈഫ് 6 തന്നെ ഉണ്ട്. ദെൻ നമുക്ക് പി കൊടുക്കാം. സോ അതും ഓക്കെ ആയി. ദെൻ അടുത്ത് എന്താണ് എല്ല് കൊടുക്കാം. ദെൻ എൽ എഴുതി വന്നു. ഇനി ഒരെണ്ണം കൂടി ഉള്ളൂ, ഇ വന്നു. സോ അന്നേരം ഇവിടെ പ്രോഗ്രാം ഫിനിഷ്ഡായി. യു വിൻ എന്നുള്ള രീതിയിൽ മെസ്സേജ് എഴുതി വന്നു. ഓക്കെ, യു വിൻ. നമുക്ക് ലൈഫ് 6 തന്നെ ഉണ്ട്. അന്നേരം യു വിൻ എന്നുള്ള രീതിയിൽ മെസ്സേജ് എഴുതി വരികയും ചെയ്തു. ഗെയിം അവിടെ ഫിനിഷ് ആവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് യു വിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൊടുത്തു. ദെൻ നമുക്കിനി അടുത്ത് എന്താണ് വേണ്ടത്? ഫ്ലോ ചാർട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അടുത്ത് നമുക്ക് എന്താണ് വേണ്ടത്? ഓക്കെ, ഇനി ഫ്ലോ ചാർട്ടിനകത്ത് നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മുടെ ഗെയിം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്കിവിടെ ഈ യൂസർ ഗെസ് ചെയ്യുന്ന ലെറ്റർ ചിലപ്പോൾ ക്യാപിറ്റൽ ആയിരിക്കും, ചിലപ്പോൾ സ്മോൾ ആയിരിക്കും. അപ്പോൾ യൂസർ ഇപ്പോൾ ക്യാപിറ്റൽ അടിച്ചു കൊടുത്താലും അതിനെ നമുക്ക് സ്മോളിലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ സ്മോൾ ലെറ്ററിലേക്ക് കൊടുക്കാനുള്ള പ്രോഗ്രാം കൊടുക്കാം. ഇവിടെ ഗസ്റ്റർ ലെറ്ററിൻ്റെ അവിടെ ഏറ്റവും ലാസ്റ്റായിട്ട് ഡോട്ട് ലോവർ എന്നുള്ള രീതിയിൽ ആ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസർ ഇപ്പോൾ ക്യാപിറ്റൽ ആയിട്ടുള്ള ലെറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഔട്ട്പുട്ടിൽ റിസൾട്ട് കിട്ടും. സോ ഞാനിവിടെ ക്യാപിറ്റൽ എ കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എ കൊടുത്തു. സോ നമുക്ക് ഓക്കെ, കേരളയാണ് വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എ കൊടുത്തപ്പോഴും നമുക്കിവിടെ ഔട്ട്പുട്ട് ഓക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഞാനിനി അടുത്തത് ഇപ്പോൾ ഓൾറെഡി എനിക്ക് അറിയാം കേരളയാണ് വരുന്നതെന്നുള്ളത്. ഞാൻ എസ് കൊടുത്തു. ഓക്കെ, എസ് അതിനകത്തില്ല, 5 ചാൻസ്. ദെൻ ക്യൂ അതിനകത്തില്ല. കെ കൊടുത്തു. ദെൻ 6 കൊടുത്തു. ദെൻ അടുത്ത് ഞാൻ എഫ് കൊടുത്തു. ദെൻ എസ് കൊടുത്തു. ദെൻ എൽ കൊടുത്തു. ദെൻ ഡബ്ല്യു കൊടുത്തു. ഇനി ഒരു ചാൻസും കൂടി ഉള്ളൂ. ജെ കൊടുത്തപ്പോൾ അതില്ല, ഗെയിം ഓവറായി. യു ലോസ് ഗെയിം ഓവറായി. പക്ഷേ ഓക്കെ, ഇവിടെ യു ലോസ് എന്നുള്ള രീതിയിൽ മെസ്സേജ് കൊടുത്തിട്ടില്ല. യു ലോസ് ഗെയിം ഓവർ എന്നുള്ള രീതിയിൽ മെസ്സേജ് നമുക്ക് കൊടുക്കാം. സോ ഈ രീതിയിലാണ് നമുക്ക് പൈത്തണിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ജസ്റ്റ് ഒന്നും കൂടി റൺ ചെയ്ത് നോക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ചെയ്യുന്ന ഇതുണ്ടല്ലോ, അതായത് ചൂസ് ആൻഡ് വേർഡ് ഏതാണെന്നുള്ളത്, അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഏതാണ് ചൂസ് ചെയ്തേക്കണേ എന്നുള്ളത്. സോ ഞാനിവിടെ ഗസ് ലെറ്റർ എന്നുള്ള രീതിയിൽ ഞാനിവിടെ ഇപ്പോൾ നമുക്ക് ഏതാ വന്നേക്കണമെന്ന് നെയിം കാണാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ഏകദേശം ഐഡിയ കിട്ടും. ഞാൻ എസ് കൊടുത്തു. എസ് അതിനകത്തുണ്ട്. സോ അടുത്ത് ഞാൻ എ കൊടുത്തു. എ അതിനകത്തില്ല. ഐ കൊടുത്തു. സോ ഐ അതിനകത്തുണ്ട്. സോ അടുത്തത് ഞാൻ 6 കൊടുത്തു. 6 അതിനകത്തില്ല. അടുത്ത് ഞാൻ ഇ കൊടുത്തു. സോ ഇ അതിനകത്തില്ല. അടുത്ത് ഞാൻ ഐ വേണ്ട, ബി കൊടുത്തു. ബി അതിനകത്തുണ്ട്. അടുത്ത് ഞാൻ യു കൊടുത്തു. സോ യു അതിനകത്തുണ്ട്. സോ അടുത്ത് ഞാൻ ജെ കൊടുത്തു. സോ ജെ അതിനകത്തുണ്ട്. നമുക്ക് 4 ചാൻസും കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. സോ അടുത്തത് ഒ കൊടുത്തു. സോ 4 ചാൻസ് തന്നെ ഉണ്ട്. ഇവിടെ നമുക്ക് ജോസ് എന്നുള്ള രീതിയിൽ കിട്ടി. സോ ബിനു ആണ് ഔട്ട്പുട്ട്, ബിനു കെ ജോസ് ആണ് ഔട്ട്പുട്ട്. സോ ഞാൻ കെ കൊടുത്തു. കെ ഉണ്ട്. ഞാൻ ഡി കൊടുത്തു. ഡി ഇല്ല, നമുക്ക് 3 ചാൻസും കൂടി ഉള്ളൂ. ദെൻ വി കൊടുത്തു. ബി അതിനകത്തില്ല. എൻ കൊടുത്തു. സോ ഞാൻ വിൻ ചെയ്തു എന്നുള്ള രീതിയിൽ ഔട്ട്പുട്ട് വന്നു. സോ ഈ രീതിയിലാണ് ഗെയിം വരുന്നത്. സോ ഈ രീതിയിലാണ് ഹാങ്മാൻ്റെ ഗെയിം വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമേജും കൂടി കൊടുത്തിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം. സോ ഞാനിവിടെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇമേജ് അല്ല, ഇങ്ങനൊരു ഇത്, അതായത് ഹാങ്മാൻ സ്റ്റേജസ് എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. സോ നമുക്ക് ഇതിനകത്തേക്ക് കോൾ ചെയ്യാം. നമ്മളിപ്പോൾ ചെയ്ത സ്ക്രിപ്റ്റിനകത്തേക്ക് നമുക്ക് ഇതിനെ കോൾ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇമേജ് ആയിട്ട് കൊടുക്കാം. സോ ഇത് ഹാങ്മാൻ്റെ ഒരു ഇമേജാണ്. അതായത് പ്ലെയർ ലൂസ് ആവുന്ന സമയത്ത് ഹാങ്ങായി കിടക്കുന്ന ഒരു ഇമേജ് വരും. ഓരോ സ്റ്റെപ്പും കഴിയുന്ന സമയത്ത്, അതായത് ഫുൾ ലൈഫ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഈ രീതിയിലായിരിക്കും ഇമേജ് വരുന്നത്. അത് ഹാങ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ. 5 ലൈഫ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ ജസ്റ്റ് കഴുത്ത്, തല തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ കാണിക്കും. ദെൻ ഫുൾ ബോഡി തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ പ്ലെയർ ലോസ് എന്നുള്ള രീതിയിൽ ഔട്ട്പുട്ട് വരും. അപ്പോൾ നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ജസ്റ്റ് ആ വെബ്സൈറ്റ് കയറിയിട്ട് അതിൻ്റെ ഈ ഒരു ഫയൽ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. സോ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൾഡറിനകത്തേക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഫയൽ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഈ നിങ്ങളുടെ ഫയലിൻ്റെ പ്രൊജക്റ്റിൻ്റെ നെയിം എന്താണോ അവിടേക്ക് കൊണ്ടുവന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്താൽ മതി. പേസ്റ്റ് ചെയ്യുമ്പോൾ സെയിം സെയിം തന്നെയായിരിക്കണം നമ്മളിവിടെ കൊടുക്കുന്ന നെയിം തന്നെ. ഓക്കെ, ഇനി ആ ഫയൽ എങ്ങനെയാണ് കോൾ ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കാം. നമ്മളിവിടെ ഇമ്പോർട്ട് റാൻഡം കൊടുത്തില്ലേ, അതിന് നേരെ താഴെയായിട്ട് നമ്മൾ ആ ഒരു ഫയലിനെ കൂടി ഇമ്പോർട്ട് ചെയ്യുക. സോ ഞാനിവിടെ ഇമ്പോർട്ട്, ദെൻ ആ ഒരു ഫയലിൻ്റെ നെയിം കൊടുക്കുക. ഞാനിവിടെ ഹാങ്മാൻ സ്റ്റേജസ് എന്നുള്ള രീതിയിലാണ് നെയിം കൊടുത്തിട്ടുള്ളത്.
ഓക്കെ, ഹാങ്മാൻ സ്റ്റേജ് എന്നുള്ള രീതി കൊടുത്തു. ദെൻ നമുക്ക് ഏറ്റവും താഴെ നമുക്കിത് ഇതിനകത്തുനിന്ന് ഈ ഒരു ഡിസ്പ്ലേ ചെയ്യുന്ന ഇതിനെ ഒരു ഇൻഡെക്സ് ബൈ ഇൻഡെക്സ് ആയിട്ട് ഇവിടെ ഇൻഡെക്സ് ബൈ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 0th ഇൻഡെക്സിൽ ഈ ഒരു വാല്യൂ ഡിസ്പ്ലേ ആവും, 1th ഇൻഡെക്സിൽ ഈ ഒരു വാല്യൂ ഡിസ്പ്ലേ ആവും, 2nd ഇൻഡെക്സ്, 4th ഇൻഡെക്സ്, 5, 6 ഇൻഡെക്സ്, 6 ആണോ, 0, 1, 2, 3, 4, 5, 6. ഓക്കെ, മൊത്തം 6 ഇൻഡെക്സ് ആണ് ഉള്ളത്. നമ്മുടെ ഇവിടെ ലൈഫിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് 6 ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലൈഫിൻ്റെ വാല്യൂ 6 ആണ്. ഇപ്പോൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ 6th ഇൻഡെക്സിലുള്ള ഈ ഒരു വാല്യൂ ആയിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. അപ്പോൾ അതായത് ഹാങ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ലൈഫ് കുറഞ്ഞിട്ടില്ല എന്നുള്ള അർത്ഥം. ലൈഫ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഇങ്ങനെ വാല്യൂ ലൈഫിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ 0th ഇൻഡെക്സിലുള്ള വാല്യൂ പ്രിൻ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും താഴെയായിട്ട് പ്രിൻറ്റ് ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഇത് വൈൽ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കോൾ ചെയ്യാം. സോ ഇവിടെ ഇൻ്റർനേഷൻ ശ്രദ്ധിക്കുക. സോ ഇവിടെ പ്രിൻറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാം. ദെൻ ആ ഒരു ഫയൽ നെയിമിനെ കോൾ ചെയ്യാം. എന്താണ്, ഹാങ്മാൻ സ്റ്റേജസ് എന്നാണ് അതിൻ്റെ പേര്. ദെൻ ഡോട്ട്, ഇവിടെ നമ്മൾ ലിസ്റ്റ് കൊടുത്തിരിക്കുന്ന നെയിം സ്റ്റേജസ് എന്ന് പറയുന്ന നെയിമാണ്. സോ അതുകൊണ്ട് തന്നെ ഡോട്ട് സ്റ്റേജസ് കൊടുക്കാം. ആ ഒരു ഫയലിനെ കോൾ ചെയ്യുക. ദെൻ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആ ഒരു ഇൻഡെക്സ് വാല്യൂ നമ്മൾ ലൈഫിൻ്റെ വാല്യൂസിനെ വെച്ചിട്ടാണ് ഇൻഡെക്സ്. ലൈഫിൻ്റെ വാല്യൂ 6 ആണെങ്കിൽ ഏതാണ് പ്രിൻറ്റ് ചെയ്യുക? ഇത് പ്രിൻ്റ് ആവും. ലൈഫ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് പ്രിൻ്റ് ആയിട്ട് വരും. അപ്പോൾ ലൈഫിൻ്റെ വാല്യൂ കുറഞ്ഞു വരുമ്പോൾ 6, 5, 4, 3, 2, 1 ആ രീതിയിൽ ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. 0 ആയിരിക്കുമ്പോൾ ഗെയിം ഓവർ എന്നുള്ള രീതിയിൽ ഔട്ട്പുട്ട് വരും. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലെറ്റർ ഗസ് ചെയ്യാൻ പറയുന്നു. ഞാനിവിടെ എ അടിച്ചു. സോ എ അതിനകത്തില്ല, അതുകൊണ്ട് തന്നെ ലൈഫ് ഒരെണ്ണം കുറഞ്ഞു. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ ലൈഫ് പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ അവിടെ ടെക്സ്റ്റ് എന്തെങ്കിലും കൊടുക്കാം. ഓക്കെ, ആ രീതിയിൽ ടെക്സ്റ്റ് കൊടുത്തു. ഇത് നമുക്കൊന്നും കൂടെ റൺ ചെയ്യാം. ഞാനിവിടെ എഫ് അടിച്ചു. സോ എഫ് അതിനകത്തില്ല, അതുകൊണ്ട് തന്നെ ലൈഫ് ഒരെണ്ണം കുറഞ്ഞു. ദെൻ നമുക്ക് എ അടിച്ചു നോക്കാം. സോ എ അതിനകത്തുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇമേജ് ഒരെണ്ണം മാറിയിട്ടുണ്ട്, ജസ്റ്റ് ഹാങ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഹാങ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ അടിച്ചപ്പോൾ എ ആണ് അടിച്ചത്, അത് കറക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഹാങ് ആയിട്ടില്ല, വേറൊന്നും മാറ്റം വന്നിട്ടില്ല. ദെൻ ഞാൻ ഇവിടെ ബി അടിക്കുകയാണ്. ബി അതിനകത്തില്ല, അതുകൊണ്ട് തന്നെ ലൈഫ് ഒരെണ്ണം പോയി. ദെൻ അടുത്ത ഒരു ഹാങ്ങിങ് കൂടി വന്നു. ദെൻ ഞാൻ പി അടിക്കുകയാണ്. പി അതിനകത്തുണ്ട്, അതുകൊണ്ട് തന്നെ വേറെ മാറ്റമൊന്നും വന്നില്ല. ഞാൻ ജെ അടിക്കുകയാണ്. ജെ അതിനകത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു ഹാങ്ങിങ് കൂടി ആഡ് ചെയ്തു തന്നു. ഇവിടെ ഈ ഒരു ഹാങ്ങിങ് ഇവിടെ ആഡ് ചെയ്തു തന്നു. ഓക്കെ, ഞാനിവിടെ എല്ല് കൊടുത്തു. സോ എല്ല് അതിനകത്തുണ്ട്. ദെൻ ഞാൻ എ കൊടുത്തു. എ ഓൾറെഡി അതിനകത്തുള്ളതുകൊണ്ട് തന്നെ വേറെ മാറ്റമൊന്നും വന്നില്ല. ഞാൻ ഡി കൊടുത്തു. ഇനി 2 ചാൻസും കൂടിയാണുള്ളത്, ഏകദേശം ഹാങ്ങായി തുടങ്ങിയിട്ടുണ്ട്. ദെൻ എച്ച് കൊടുത്തു. ദെൻ ഇനി ഒരു ചാൻസും കൂടിയാണുള്ളത്, ഐ കൊടുത്തു. ഐ കൊടുത്തപ്പോൾ പ്ലെയർ ഫുള്ള് ഹാങ്ങായി. ദെൻ യു ലോസ് എന്നുള്ള രീതിയിൽ, ഗെയിം ഓവർ, യു ലൂസ് എന്നുള്ള രീതിയിൽ മെസ്സേജ് വന്നു. അപ്പോൾ ആ രീതിയിലാണ് ഔട്ട്പുട്ട് വരുന്നത്. സോ നിങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഔട്ട്പുട്ട്. ഏകദേശം ഹാങ്മാൻ്റെ ഗെയിം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. സോ നിങ്ങൾ ഔട്ട്പുട്ട് എടുത്ത് നോക്കുക കിട്ടുന്നുണ്ടോ എന്നുള്ളത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് വേറെ പല നെയിമുകൾ കൊടുത്തിട്ട് നിങ്ങൾക്ക് മാറ്റി കുറച്ചുകൂടി ലെങ്തി ഉള്ള ലിസ്റ്റുകൾ കൊടുക്കാം. അന്നേരം നമുക്ക് യൂസറിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വാക്കുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗെയിമിന് നമുക്ക് വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ ബൈ.